ഇവിടെ വീട്ടിൽ വന്നാലേ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുറത്തിങ്ങനെ കളിച്ച് നടക്കാനും മണ്ണിൽ കളിക്കാനും ഒക്കെ. അപ്പം ഞങ്ങൾ ഇന്നലെ വൈകിട്ടാണ് കേട്ടോ അവിടേക്ക് എത്തിയത്. അപ്പോൾ വൈകിട്ട് എത്തിയപ്പോൾ മുതൽ തന്നെ ആൾ മണ്ണിൽ കളിക്കലും ഒക്കെ തന്നെയായിരുന്നു. പിന്നെ രാത്രി ഉറങ്ങാനും ഭയങ്കര ലേറ്റ് ആയിട്ടാണ് കേട്ടോ അവൾ ഉറങ്ങിയത്. അവൾക്ക് ഭയങ്കര ഇഷ്ടം, അവിടെ വന്ന് ഭയങ്കര ഒരു ത്രില്ലാണ്. ക്രാവ് അവിടെ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. അവിടെ ഫ്ലാറ്റിലാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അടച്ചു പൂട്ടിയിരുന്നിട്ട് പിന്നെ പുറത്തേക്ക് വരുമ്പോഴൊരു ഫ്രീഡം കിട്ടുമ്പോഴുള്ളൊരു സന്തോഷമാണ് കേട്ടോ അവൾക്ക്. അതേ കാലത്ത് എണീറ്റപ്പോൾ തുടങ്ങിയതെന്ന് കേട്ടോ അമ്മ അച്ചാച്ചൻ്റെ അടുത്തേക്ക് പോവാ അങ്ങനെ പറഞ്ഞിട്ട്. ഞാൻ അപ്പോൾ അവരെ പണി നടന്നോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത് പിടിച്ച് കെടുത്തിരിക്കുകയായിരുന്നു. പക്ഷേ കക്ഷി സമ്മതിക്കണില്ല. അപ്പോൾ ഞാൻ ഇറക്കി വിട്ടതാണ് കേട്ടോ. അപ്പോൾ അതേ വന്ന് നോക്കുമ്പോൾ കൂടെ അച്ചാച്ചനായിട്ട് രണ്ടുപേരും ഓപ്പോസിറ്റ് ചെയറിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അച്ചാച്ചൻ്റെ അടുത്ത് വട്ടാക്കണുണ്ട്. അപ്പോൾ പല്ല് തേക്കലെല്ലാം കഴിഞ്ഞിട്ടാണ് കക്ഷി അവിടെ ഇരുന്നത്. അപ്പോൾ ഞാൻ അവൾക്ക് ചായക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് എന്തെങ്കിലും കഴിച്ച് ഒന്ന് പുറത്തോട്ട് പോകണം കേട്ടോ. ബാങ്കിലേക്കൊക്കെ പോകാനുണ്ട്. അപ്പോൾ വേഗം തന്നെ റെഡി ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ഇന്ന് നൂലപ്പാണ് ഉണ്ടാക്കിയുള്ളത്. പാലാണ് കേട്ടോ, നാളികേര പാലാണ്. അപ്പോൾ അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഞാൻ അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. പഞ്ചസാര എന്നിട്ട് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. കുഞ്ഞിപ്പിള്ളേർക്ക് ഇങ്ങനെ പഞ്ചസാര ഒന്നും അധികം കൊടുക്കരുതെന്ന് പറയില്ലേ. അത് കാരണം ഞാൻ അങ്ങനെ കൊടുക്കാറൊന്നുമില്ല. പിന്നെ ഇതിൽ ടേസ്റ്റ് വേണ്ട കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കാരണം കുറച്ച് നോർമലായിട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ അവൾക്ക് നൂലപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വരുമ്പോഴാണ് കൂടുതലും ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ അവൾ കഴിക്കുക. അവിടെ ഞാൻ പൊതുവെ ഇങ്ങനത്തെ ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. അവിടെ കൂടുതലും ഈ പത്തിരി, പുട്ട്, പിന്നെ പഴം, നെയ്യിൽ വഴറ്റിയത് അങ്ങനത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാം. കാരണം ഉണ്ടാക്കി കൊടുക്കാനും സമ്മതിക്കില്ല കേട്ടോ. അവൾ എൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടി നടക്കും. അമ്മ എടുക്ക് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും എടുത്ത് നടക്കുമ്പോൾ എനിക്കത് ഉണ്ടാക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ അമ്മ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവൾക്ക് തിന്നാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ദേ ഉമ്മർത്ത് പോയിരുന്ന് കഴിക്കാം അമ്മ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദേ ആ പാത്രം അങ്ങോട്ട് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. അതേ കസാരയൊക്കെ വലിച്ചിട്ടിട്ട് അവളിതേ സെറ്റായിട്ടുണ്ട് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേ കസാരയമ്മ കയറിയിരിക്കുകയാണോ ഒറ്റയ്ക്ക്. ഇനിയിപ്പോൾ അതിരുന്ന് കഴിച്ചോളും ഉണ്ടാകും. എന്നാലും കഴിക്കൽ കുറവൊക്കെ തന്നെ. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ചായ കുടിക്കുമ്പോൾ അപ്പോൾ വേണമെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അവൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാനപ്പോൾ ഇഷ്ടം കൂടുതൽ. നമ്മൾ വാരി കൊടുക്കണ അത്ര ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഒറ്റയ്ക്ക് കഴിച്ചോട്ടെ. പിന്നെ ബാക്കി നമ്മൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയെങ്കിലും വായിലേക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കും ഞാൻ എപ്പോഴും. ഞാനിവിടെ ഇരുന്നിട്ട് അച്ചു പാപൂത്തിൻ്റെ അത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ഉമ്മറത്ത് എങ്ങനെയാണ് കേട്ടോ വ്യൂ, നമ്മുടെ മുറ്റം എങ്ങനെയാണ്. അമ്മ അവിടെ നിറച്ച് ചെടിയും അതൊക്കെ ഇങ്ങനെ പടർത്തി വെച്ചിട്ടുണ്ട്. കാണാനും നല്ല രസമാണ്. ആ പച്ചപ്പ് ഇങ്ങനെ കാണാനൊരു ഭംഗിയാണ് അല്ലേ. ഈ വീഡിയോയിൽ കാണുമ്പോഴാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നത്. അപ്പോൾ അതേ അമ്മ മുറ്റടിക്കുകയാണ്. ഇനിയിപ്പോൾ വേഗം തന്നെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ അച്ചു ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു പേപ്പറും പേനയും കിട്ടിയിട്ടുണ്ട്. പേപ്പറും പേനയും കിട്ടിയാൽ പിന്നെ വിടില്ല കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് എന്തെങ്കിലും കുത്തിക്കുറിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ വേഗം ഇവളെയും കുളിപ്പിച്ചിട്ട് എനിക്ക് കുളിക്കണം. അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അച്യുതേ കണ്ണാടയിൽ നോക്കി നിൽപ്പാണ്. ഇനിയിപ്പോൾ അവളെ ഡ്രസ്സ് മാറ്റണം. അപ്പോൾ ഇനി ഡ്രസ്സ് മാറി വേഗം തന്നെ പോവാൻ നോക്കണം. ഏകദേശം സമയം ഒരു 10:30 ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ. അതെ അച്ഛൻ്റെ ഡ്രസ്സ് ഇതാണ്. അപ്പോൾ ഞങ്ങളിനി വേഗം ഒന്ന് ഒരുങ്ങിയിട്ട് പോവാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഓട്ടോ വിളിക്കണം. അപ്പോൾ അച്യുതേ ഉടുപ്പിട്ട് ഫുള്ള് സെറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഉടുപ്പിട്ടേ മുതൽ തുടങ്ങിയതാണ് കേട്ടോ. ടാറ്റ പോവാ ചാച്ചാ, ടാറ്റ പോവാന്ന് പറഞ്ഞിട്ട് കുറേ നേരമായിട്ടുണ്ട് ആൾ തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ സമാധാനപ്പെടുത്തി ഇരുത്തിയിരിക്കുകയാണ്. ഓട്ടോ വന്നിട്ട് വേണം, ഓട്ടോ വിളിച്ചിട്ടുള്ള അമ്മ ഓട്ടോ വന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ അതേ പക്ഷേ അവിടെ ഇരിക്കുന്നുണ്ട്. അച്ചാച്ചനായിട്ട് കത്തി വെച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അച്ചുവിനെ നോക്കിയപ്പോൾ കുറുമ്പ് കാട്ടിയിട്ട് അച്ചാച്ചൻ ചീത്ത പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. മുഖഭാവം കണ്ട ദേഷ്യം വന്നിട്ടാണോ സങ്കടം വന്നിട്ടാണോ ഇരിക്കണതെന്ന് അറിയില്ല. എന്തായാലും ചീറ്റിയൊന്നും ഇല്ല. അച്ഛനെ നല്ല ചീത്ത കിട്ടുന്നത് കുറുമ്പ് കാണിച്ചിട്ടാണ്. നല്ല കുറുമ്പാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി കയറിയിട്ട് വാടാൻപള്ളി എത്തിയിട്ടാണ്. അപ്പോൾ ദേ ഇവിടെ ഒരു 190 രൂപ മാത്രമുള്ള സാധനങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഏതെടുത്താലും 190 പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. കുറച്ച് നാളായിട്ടുള്ള തുടങ്ങിയിട്ടെന്ന് അറിയേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞ ജസ്റ്റ് നമുക്കൊന്ന് അവിടെ കയറി നോക്കാം, എന്തായാലും പോണതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കയറി നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ടുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഒരു സ്റ്റോപ്പ് വ്യത്യാസമുണ്ട് കേട്ടോ.
അച്ചു ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് രസിച്ച് ഇങ്ങനെ ഒക്കത്തിരിക്കുകയാണ് കേട്ടോ. അമ്മ എടുക്കും മാറി, പിന്നെ ഞാനും എടുക്കും കേട്ടോ അവളെ. അപ്പോൾ പോണ വഴിക്കൊക്കെ ഇങ്ങനെ ഓരോന്നും കടകൾ ഇങ്ങനെ കാണുന്നുണ്ട്, കസേരക്കട കാണുന്നുണ്ട്, അതേപോലെ സൈക്കിളിൻ്റെ ഷോപ്പുകൾ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അമ്മ സൈക്കിള്, അമ്മ കസേര, അങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആൾ. അപ്പോൾ ഞങ്ങളിതേ ഷോപ്പിലേക്ക് എത്തിയിട്ടാന്തേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഷോപ്പിലേക്ക് ഇനി പോയാൽ അറിയാം ഇങ്ങനത്തെ ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. റേറ്റ് 190 പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഇങ്ങനത്തെ ഐറ്റംസുകളൊന്നും നമുക്കങ്ങനെ അറിയില്ലല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഷോപ്പിലേക്ക് കയറിയിട്ടാണ്. വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഐറ്റംസുകൾ വലിയ ക്വാളിറ്റി അത്രയ്ക്ക് ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഞാൻ പ്രത്യേകിച്ചൊന്നും മേടിച്ചില്ല അവിടെ നിന്ന്. അമ്മ അവിടെ നിന്ന് മേടിച്ചത് ഒരു ഡസ്റ്റ്ബിൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചവിട്ടി തുറക്കണ ടൈപ്പ് ഉണ്ടായിരുന്നില്ലേ, അങ്ങനത്തെ ടൈപ്പ് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ 2 പാത്രങ്ങളാണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത്ര തന്നെ മേടിച്ചുള്ളൂ കേട്ടോ. ചവിട്ടിക്കൊക്കെ പിന്നെ ഒരു പീസിന് തന്നെ 190 രൂപയാണ് ഇവിടെ കേട്ടോ. പക്ഷെ നമ്മൾ വേറെ ഷോപ്പിൽ പോയപ്പോൾ ഒരു ചവിട്ടി 58 രൂപ 60 രൂപയായിട്ട് നമുക്ക് കിട്ടി. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. സ്റ്റീൽ പാത്രങ്ങൾ, ചവിട്ടികൾ, അതേപോലെ എല്ലാ കിച്ചൺ ആക്സസറീസും ഒരുവിധം ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. കുറച്ചൊക്കെ നമുക്ക് ലാഭകരമാണ്, പക്ഷേ എന്ന് വിചാരിച്ചിട്ട് അധികം ഭയങ്കര ക്വാളിറ്റി ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ അധികം ഐറ്റംസ് ഒന്നും മേടിച്ചില്ല. അങ്ങനെ ഐറ്റംസൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി പിന്നെ വേറെ ഷോപ്പിൽ കയറിയിട്ടാണ്. അച്ചു അപ്പോൾ അവിടെ നിന്ന് ഒരു പാവന എടുത്തിട്ട് പാവന എടുത്തിട്ട് എനിക്കത് ഇഷ്ടമായില്ല. ഇങ്ങനെ അത് മാറ്റി വെച്ചത് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയായിട്ട് ഞാൻ പിടിച്ച് വലിച്ച് അവിടെ തന്നെ ഇട്ടു കേട്ടോ ആ പാവ. എന്നിട്ട് ഞാൻ വേറെ ഷോപ്പിൽ നിന്ന് വേറൊരു സാധനം അവൾക്ക് മേടിച്ചു കൊടുത്തു. പിന്നെ ഞങ്ങൾ പോയത് ഇവിടെ കടയിലാണ്. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടാണ് കേട്ടോ ഇവിടെ നമുക്ക് ചവിട്ടി കിട്ടിയത്. ഒരു 60 ഒരു 70 റുപ്പീസിനൊക്കെ നമുക്ക് ഇവിടുന്ന് ചവിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഷോപ്പിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞു. അങ്ങനെ പിന്നെ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു, എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഞാൻ അച്ചുവിന് മേടിച്ചയറ്റതാണ് കേട്ടോ. ഒരു മേജിക് ബുക്കാണിത്. ആ പേനില്ലേ, ആ പേനയിൽ ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കളർ ചെയ്ത് കഴിഞ്ഞാൽ ചിത്രം ഇങ്ങനെ തെളിഞ്ഞ് വരും കേട്ടോ. പിന്നെ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ റീയൂസബിൾ ആയിട്ടുള്ളൊരു മേജിക് ബുക്കാണ് അച്ചുവിന് മേടിച്ചത് കേട്ടോ. മേടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കക്ഷി അത് കീറി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കൂടിയിട്ടൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.